ആന്റിബയോട്ടിക് ദുരുപയോഗം സംബന്ധിച്ച മീഡിയ വൺ വാർത്താ പരമ്പര നിയമസഭയിൽ ഡോക്ടറുടെ കുറിപ്പില്ലാതെ ആന്റിബയോട്ടിക് നൽകുന്ന മെഡിക്കൽ സ്റ്റോറുകളുടെ ലൈസൻസ് റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. ഇ ചന്ദ്രശേഖരന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മീഡിയ വൺ ഇംപാക്ട്. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിന് ആന്റിബയോട്ടിക് സാക്ഷരത നൽകുന്നതുൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. കേരളത്തിലെ സമ്പൂർണ്ണ ആന്റിബയോട്ടിക് സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമായി മാറ്റേണ്ടതുണ്ട്. ആന്റിബയോട്ടിക് രഹിത ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം സാർവത്രികമായി നാം പ്രചരണം നടത്തേണ്ടതായിരിക്കുന്നു. ഇത് വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്കും അതുപോലെ സമൂഹത്തിൻ്റെ താഴെ തലങ്ങളിലേക്കും എത്തിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം സാർ. ജില്ലാ ബ്ലോക്ക് തലത്തിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതിൻ്റെ പ്രചരണവും ഇടപെടലും അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. തുടർന്ന് സംസാരിച്ച മന്ത്രി വീണ ജോർജ് ആശുപത്രികളിൽ ശരിയായ രീതിയിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലോകത്ത് 1 കോടി ജനങ്ങൾ ആന്റി മൈക്രോ റെസിസ്റ്റൻസ് കാരണം മരണപ്പെടും. ഇതിനെതിരെ മാനദണ്ഡ പ്രകാരമുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് നടക്കുന്നു. കൂടാതെ സംസ്ഥാനത്ത് റാഷണൽ ആന്റിബയോട്ടിക് തെറാപ്പിയും നടക്കുന്നു. ഇതിന്റെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും മാസത്തിലൊരിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും നടന്നുവരുന്നതായി മന്ത്രി പറഞ്ഞു. ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ് കൺട്രോളർ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ കുറിപ്പടി ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സർ, ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കൂടിയാണ് എല്ലാ ആശുപത്രികളിലും മാസത്തിൽ ഒരിക്കലെങ്കിലും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് വളരെ കൃത്യമായി ആ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പാലിക്കപ്പെടാത്ത നിർദ്ദേശങ്ങൾ എന്ന പേരിൽ മീഡിയ വൺ നടത്തിയ അന്വേഷണ പരമ്പരയാണ് നിയമസഭയിലേക്ക് വരെ ഈ വിഷയമെത്താൻ കാരണമായത്. മീഡിയ വൺ, തിരുവനന്തപുരം.